നമസ്കാരം. ഡിമാക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അഥവാ SEOയുടെ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞിട്ട് കുറച്ചൊരു ഗ്യാപ്പ് വന്നു. കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് കോളുകൾ വന്നു, അല്ലാന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളെത്തി. ടെക്നിക്കലി കുറച്ചൊരു ഐഡിയ ഉള്ള ഒരാൾക്ക് മാത്രമേ ആ ഒരു ക്ലാസ് ഫോളോ ചെയ്യാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സമയമെടുത്തത്. ഏതായാലും നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന വിധത്തിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് പഠിച്ചാൽ അത് പലതരത്തിൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. കാരണം നിങ്ങളൊരു വെബ്സൈറ്റ് വേറെ ആരെങ്കിലും കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ റിസൾട്ട് എന്തുകൊണ്ട് ആദ്യ പേജുകളിൽ എത്തുന്നില്ല എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ പറ്റും. വേറൊരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് നിർമ്മിക്കാം, അവരുടെ അടുത്തുനിന്ന് ഏണിങ്സ് ഉണ്ടാകുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ SEO പഠിക്കുന്നുണ്ട്. സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ, അതാണ് SEO. പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവും. എന്താണ് SEO? ഈ SEO എന്താണ് എന്ന് അറിയുന്നതിന് മുന്നേ എന്താണ് സെർച്ച് എന്ന് അറിയണം. എന്താണ് സെർച്ച് എന്നും എന്താണ് സെർച്ച് റിസൾട്ട്, എവിടെയാണ് ഈ സെർച്ച് റിസൾട്ടുകൾ പ്രിൻ്റ് ചെയ്ത് വരുന്നത്, ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് SEO എന്താണെന്ന് പഠിക്കാൻ കഴിയുള്ളൂ. ഇപ്പം നമുക്കൊരാവശ്യമുണ്ട്. നമ്മളുടെ ഏറ്റവും നല്ലൊരു ഹോട്ടൽ, നമ്മളുടെ അടുത്തുള്ള ഏറ്റവും നല്ലൊരു ഹോട്ടൽ നിയർ മീ, ഓക്കെ, ഇത് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കും. നമ്മൾ എത്ര ആൾക്കാരെ വിളിക്കും? ഒരുപാട് ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ ഏതെല്ലാമാണ് ഹോട്ടൽ, അവിടെ ഏതെല്ലാം ഫുഡാണ് കിട്ടുന്നത്, ചില കാര്യങ്ങളിൽ പ്രൈസ് അറിയേണ്ട ആൾക്കാർക്കാണെങ്കിൽ ഏതെല്ലാമാണ് അവിടുത്തെ പ്രൈസ് ലിസ്റ്റ്, മെനു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിന് നമ്മൾ ഒരുപാട് സമയം മുടക്കണം, ഒരുപാട് കോളുകൾ ചെയ്യേണ്ടി വരും. അതേസമയം ഇൻ്റർനെറ്റിൽ നമ്മളൊന്ന് സെർച്ച് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ മുതലായിട്ടുള്ള സെർച്ച് എൻജിനുകൾ എന്തു ചെയ്യും? അതിൻ്റെ റിസൾട്ട് പ്രിൻ്റ് ചെയ്യിപ്പിച്ച് കാണിച്ചു തരും. അപ്പം ആ പ്രിൻ്റ് വരുന്ന റിസൾട്ടിനകത്ത് ഒരു 10 റിസൾട്ടിൻ്റെ നമ്മളെടുത്ത് നോക്കും, ഏതൊക്കെയാണോ ഹോട്ടൽ വരുന്നത് അതിൽ തൊട്ടടുത്ത് നമ്മളുടെ ഹോട്ടൽ എവിടെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ വിഭവങ്ങൾ നമ്മൾ ഓർഡർ ചെയ്യും. ആ വിഭവങ്ങൾ നമുക്ക് മനസ്സിലാവും, അതിൻ്റെ പ്രൈസ് മനസ്സിലാവും, ആ ഹോട്ടലിൽ നിന്ന് നമ്മളുടെ അടുത്തോട്ട് എത്താനുള്ള സമയം എത്രയാണെന്നുള്ളത് മനസ്സിലാവും. അല്ലെങ്കിൽ നമുക്ക് അവിടോട്ട് പോയിട്ട് ഓർഡർ ചെയ്ത്, നമുക്ക് ഇവിടുന്ന് തന്നെ ഓർഡർ ചെയ്തിട്ട് പിന്നെ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ കഴിയുമോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ആൾക്കാരെ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഇല്ലാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ആൾക്കാരോട് ചോദിച്ചാലായിരിക്കും നമുക്കത് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെർച്ച് എൻജിൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ശ്രേണിയിൽപ്പെട്ട വെബ്സൈറ്റുകൾ നമുക്ക് ആവശ്യമാണ്. ലോകത്ത് 7-8 വെബ്സൈറ്റുകളാണ് ഏറ്റവും പ്രധാനമായിട്ടും സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിലൊന്നാമത്തത് google.com, ഗൂഗിളാണ് അതിൽ ഒന്നാമത്തത്. രണ്ടാമത്തത് ബിങ് എന്ന് പറയുന്ന വെബ് പേജാണ്, bing.com. മൂന്നാമത്തത് yahoo.com ആണ്. നാലാമത്തത് baidu.com, അടുത്തത് yandex.com, അടുത്തത് duckduckgo.com. ഇത്രയും സെർച്ച് എഞ്ചിനുകളാണ് സാധാരണയായിട്ട് ലോകത്ത് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇതിൽ തന്നെ 77% കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത്, കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ് ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ തിരയുന്നതെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ തിരയുക എന്നുള്ളതിൻ്റെയാണ് സെർച്ച് എന്ന് പറയുന്നത്. അപ്പം ഏത് കാര്യമാണ് നമ്മൾ തിരയുന്നത്, ആ തിരയുന്ന കാര്യം നമ്മൾ കമ്പ്യൂട്ടറിലാണ് നമ്മൾ തിരയുന്നതെന്നുണ്ടെങ്കിൽ ലോകത്തിലെ 77% ആൾക്കാരും തിരയാൻ ഉപയോഗിക്കുന്ന വെബ് പേജിൻ്റെ പേരാണ് google.com. അതേസമയം മൊബൈലിലാണ് ഇത് തിരയുന്നതെന്നുണ്ടെങ്കിൽ 85% ആൾക്കാരും മൊബൈലിൽ തിരയുന്നത്
google.com ആണ്. എന്ന് പറഞ്ഞാൽ google.com ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിൻ. ലോകത്തിലെ 77% ഡെസ്ക്ടോപ്പും 85% മൊബൈലും ഉപയോഗിക്കുന്നതാണ് google.com. ലാറി പേജ്, ബ്രിൻ വൈൽ ഇങ്ങനെ രണ്ടാൾക്കാർ ചേർന്നിട്ടാണ് google.com 1998 ക്രിയേറ്റ് ചെയ്തത്. 98 അവർ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഗൂഗിളല്ല ഇന്ന് നമുക്ക് കാണുന്നത്. അതിലൊരുപാട് മാറ്റങ്ങൾ വന്ന് മിഷൻ ബേസ് ചെയ്തിട്ടുള്ള സെർച്ചുകളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മിഷൻ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ വരുന്നതിൽ നമ്മൾ പഠിക്കും. രണ്ടാമത്തത് ഞാൻ പറഞ്ഞത് ബിങ് ആണ്, bing.com. ബിങ് നമുക്ക് തരുന്നത് മൈക്രോസോഫ്റ്റാണ്. നമ്മളുടെ വിൻഡോസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനി മൈക്രോസോഫ്റ്റാണ്. പക്ഷേ യാഹു ആണ് ബിങ് പവേഡ് ചെയ്തിരിക്കുന്നത്. യാഹുവിൻ്റെ സെർച്ച് എൻജിനസുകളും അവരുടെ പ്രോഗ്രാമും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബിങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ 33% ആൾക്കാരും ഉപയോഗിക്കുന്നത് ബിങ് ആണ്. പിന്നെ യാഹു ആണ് വരുന്നത്. വെറും 3%, 3.5% ആൾക്കാരെ യാഹു ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ വരുന്നത് ബൈദു.com ആണ്. ബൈദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതല്ല, അത് ചൈനക്കാരുടെ സെർച്ച് എഞ്ചിനാണ് ബൈദു. അതായത് നമ്മൾ ഗൂഗിൾ ഉപയോഗിക്കുന്നതിന് പകരം ചൈനയിൽ ഒരു ഓട്ടോമാറ്റിക്കലി അവർക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ അവർ ബിങ്ങും അല്ലാന്നുണ്ടെങ്കിൽ യാഹുവോ ഗൂഗിളോ ഒന്നും അവിടെ ഉപയോഗിക്കാറില്ല. അവരുപയോഗിക്കുന്ന സെർച്ച് എഞ്ചിൻ ബൈദു.com ആണ്. അതേപോലെ റഷ്യക്കാർ ഉപയോഗിക്കുന്ന സെർച്ച് എഞ്ചിനാണ് yandex.com. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അടുത്തത് duckduckgo.com. അത് ഏറ്റവും പുതിയ സെർച്ച് എഞ്ചിനാണ്, ഇപ്പോൾ അടുത്ത് വന്നിട്ടേ ഉള്ളൂ. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യങ്ങളും അതിനകത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല. എന്ന് വെച്ചാൽ കുക്കീസുകൾ അതിനകത്ത് വർക്ക് ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ഗൂഗിളിൽ ഒരു മൊബൈൽ തിരഞ്ഞെന്ന് വിചാരിച്ചോളാം. പിന്നെ നമ്മൾ ഫേസ്ബുക്ക് എടുക്കുമ്പോഴേക്കും ഈ മൊബൈലിൻ്റെ പരസ്യം നമുക്ക് ഫേസ്ബുക്കിൽ കാണാം. ഇൻസ്റ്റാഗ്രാം എടുത്താൽ ആ പരസ്യം ഇൻസ്റ്റാഗ്രാമിൽ കാണാം. എങ്ങനെയാണിത് കാണുന്നത്? കാരണം നമ്മൾ ഗൂഗിളിൽ തിരഞ്ഞത് ഇന്ന സാധനം തിരഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവരെന്ത് ചെയ്യും, നമ്മളുടെ ബ്രൗസറിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മളുടെ ഡെസ്ക്ടോപ്പിലോ അല്ലെങ്കിൽ മൊബൈലിലോ കാണുന്നതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. അതിൻ്റെ ഒരു ഇൻഫർമേഷൻ സ്വാഭാവികമായിട്ട് ഇവരുടെ സെർവറിലേക്ക് കൊടുക്കും. അപ്പം ഫേസ്ബുക്ക് പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഇന്ന ആൾ ഇന്ന സാധനം സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫേസ്ബുക്ക് എന്ത് ചെയ്യും, അവരുടെ പരസ്യത്തിൽ നിന്ന് ഈ ഒരു സെർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു റിസൾട്ട് നമുക്ക് പരസ്യമായിട്ട് കാണിച്ചു തരും. അപ്പോൾ അവിടെ ബിസിനസ് കൂടുതൽ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ട്രിക്കുകൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ പഠിക്കുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലാണ്. ആ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾക്ക് ഏറ്റവും മെയിനായിട്ട് ആവശ്യം വരുന്ന അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന google.com 77% ഡെസ്ക്ടോപ്പ്, 85% മൊബൈൽ. പിന്നെ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അമേരിക്കയിൽ 33% യൂസ് ചെയ്യുന്ന ബിങ്. ദെൻ ലോകത്ത് ഏകദേശം ഒരു 3% യൂസ് ചെയ്യുന്ന yahoo.com. പിന്നെ ചൈനക്കാരുടെ ബൈദു, പിന്നെ റഷ്യക്കാരുടെ യാൻഡെക്സ്, പിന്നെ ഏറ്റവും പുതിയ duckduckgo.com. ഓക്കെ, അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെർച്ച് എൻജിൻസ് എന്ന് പറയുന്നത്. ഈ സെർച്ച് എൻജിനുകളിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ തിരയുമ്പോൾ നമ്മളുടെ വെബ്സൈറ്റ് ആദ്യത്തെ 1-മത്തെയോ 2-മത്തെയോ 3-മത്തെയോ അങ്ങനെ ഒരു 10 റിസൾട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം, എങ്ങനെ നമുക്ക് കൊണ്ടുവരാം, ഇതിനെയാണ് എന്ത് പറയുന്നത്, SEO എന്ന് പറയുന്നത്, സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ. അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം, തിയറിയിലോട്ടൊക്കെ പോകാം. അപ്പം അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ബൈ.